ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കട്ട് ബീഡ്സും വൈറ്റ് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നോക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ബീഡ്സ് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് പ്ലെയിൻ സാരിയിൽ, സൽവാറിൽ, ഫ്രോക്കിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നോർമൽ ത്രെഡും നീഡിൽ നമ്പർ 10 ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്ക് ലൈനിലോ അല്ലെങ്കിൽ ബോർഡർ പോലെയൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. ഓരോ ബീഡ് വീതം കോർത്ത് തുന്നിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ 4 ബീഡ് വീതമാണ് കോർത്ത് തുന്നിയെടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ 3 കട്ട് ബീഡും ഒരു വൈറ്റ് ബീഡും കൂടി സൈഡിലോട്ടൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലോട്ടും പിന്നെ സെന്ററിൽ ഒരു ലൈൻ പോലെയും ആണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ സെയിം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടും തുന്നിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ യോക്ക് പോർഷനിൽ ഒരു ബോക്സ് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റാൻഡിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. റേറ്റ് അറിയാനും ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഔട്ട്ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ.